ജില്ലയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അനുവദിച്ച 2 സ്കൂളുകളിലൊന്നാണ് മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ. സാമൂഹ്യ പ്രതിബദ്ധതയോടെ മൂല്യാധിഷ്ഠിതവും ഫലാധിഷ്ഠിതവുമായ വിദ്യാഭ്യാസത്തിന് കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ 8ാം ക്ലാസ്സിലെ 30 കുട്ടികളാണ് സ്കീമിൽ പ്രവർത്തിക്കുന്നത്. ഇതിനൊപ്പമാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സ്നേഹവലയത്തിന്റെ സഹകരണത്തോടെ പ്രഭാത ഭക്ഷണ പദ്ധതിയും സ്കൂളിൽ ആരംഭിച്ചത്. ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് 2 പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. സോഷ്യൽ സർവീസ് സ്കീമിന്റെ കർമ്മ പദ്ധതി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ആശ ആന്റണി പ്രകാശനം ചെയ്തു. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ഭാഗമായി ശുചിത്വം, മാലിന്യ സംസ്കരണം, ലഹരിമുക്ത ആരോഗ്യ, ജീവകാരുണ്യ, ജൈവ പരിസ്ഥിതി പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ലിൻസി ജോർജാണ് സ്കൂൾ കോർഡിനേറ്റർ. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തങ്കമണി സുരേന്ദ്രൻ, മറ്റംഗങ്ങളായ ജോമോൻ തെക്കേൽ, റോയി എവറസ്റ്റ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ജലജ വിനോദ്, സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു എസ് നായർ, ഹെഡ്മാസ്റ്റർ ശിവകുമാർ PP, PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി മൈക്ക് സിസ്റ്റം ഒരുക്കിയിരിക്കുകയാണ് പ്രൈമറി വിഭാഗം അധ്യാപിക ലബ്ബക്കട കൊച്ചുപറമ്പിൽ ലിൻസി ജോർജ്. ഫെഡറൽ ബാങ്കിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉപയോഗിച്ചാണ് മൈക്ക് സിസ്റ്റം ലഭ്യമാക്കിയത്. സ്കൂളിലെ പരിപാടികൾക്ക് മൈക്ക് സിസ്റ്റം വാടകയ്ക്കെടുക്കേണ്ടതിനാൽ പല പരിപാടികളും നടത്താൻ കഴിയാതെ വന്ന അവസരത്തിലാണ് ലിൻസി ടീച്ചർ കട്ടപ്പന ഫെഡറൽ ബാങ്ക് AVP KA ഇബ്രാഹിം മുഖേന അപേക്ഷ സമർപ്പിക്കുകയും 1 ലക്ഷം രൂപ വിലയുള്ള മൈക്ക് സിസ്റ്റം ലഭ്യമാക്കുകയും ചെയ്തത്. ഇതോടെ വിദ്യാർത്ഥികൾക്ക് ഓഡിറ്റോറിയത്തിലെ പരിപാടികൾക്കും പേഴ്സണാലിറ്റി, കരിയർ ഗൈഡൻസ്, ഓറിയന്റേഷൻ ക്ലാസുകൾക്കും ഉപയുക്തമാവുകയും പാഠ്യേതര നിലവാരം ഉയർത്താനാകുമെന്നും ലിൻസി ടീച്ചർ പറയുന്നു. ഫെഡറൽ ബാങ്കിന്റെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് 1 ലക്ഷം രൂപ വില വരുന്ന മൈക്ക് സിസ്റ്റം നമുക്ക് നൽകിയത്. ഇതിനുവേണ്ടി നമുക്ക് ഫെഡറൽ ബാങ്കിലെ മുൻ മാനേജർ എബ്രാഹിം സാറാണ് ശ്രമിച്ചത്. എൻ്റെ അഭ്യർത്ഥന പ്രകാരം സാറ് അങ്ങനെ ഒരു സഹായം ചെയ്തു തരികയാണ് ചെയ്തത്. പ്രവേശനോത്സവത്തിൽ നമുക്കത് വളരെയധികം സഹായമായി. ഇനിയുള്ള നമ്മുടെ ഏത് പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസകരമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ സൗണ്ട് സിസ്റ്റം വളരെയധികം സഹായമാകുമെന്ന് ഞങ്ങൾ കരുതുന്നു. മൈക്ക് സിസ്റ്റം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖേന സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് സ്കൂളിന് കൈമാറി. ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാട്ടുചന്തയൊരുങ്ങി. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടപ്പിലാക്കുന്നത്. മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച നാട്ടുചന്ത ശ്രദ്ധേയമായി. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളുടെ വീടുകളിൽ ഉൽപ്പാദിച്ച നാടൻ പച്ചക്കറികൾ വിദ്യാർത്ഥികൾക്ക് തന്നെ വിപണനം ചെയ്യാനുള്ള വേദി ഒരുക്കിയത്. പാവയ്ക്ക, കോവയ്ക്ക, തക്കാളി, ഇഞ്ചി, പയർ, ചേന, ചേമ്പ്, വാഴക്കുല, കാച്ചിൽ, ചീര, ക്യാബേജ്, വഴുതനങ്ങ, പച്ചമുളക്, നാടൻ കോഴിമുട്ട, നാരങ്ങ, കറിവേപ്പില മുതലായവയാണ് വിദ്യാർത്ഥികൾ കൊണ്ടുവന്നത്. ഇവയ്ക്ക് മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ വില നൽകി ശേഖരിച്ച് വിപണനം നടത്തുകയാണ് ചെയ്യുന്നത്. വിദ്യാർത്ഥികളിൽ ജൈവ കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തുകയും വിപണന സാധ്യതകൾ പരിശീലിപ്പിക്കുകയും ഗുണമേന്മയുള്ള നാടൻ വിഭവങ്ങൾ ആളുകളിൽ എത്തിക്കുകയുമാണ് ചന്തയുടെ ലക്ഷ്യമെന്ന് സ്കൂൾ കോർഡിനേറ്റർ ലിൻസി ജോർജ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തങ്കമണി സുരേന്ദ്രൻ നാടൻ ചന്ത ഉദ്ഘാടനം ചെയ്തു. ചെയ്തുകൊണ്ട് നിങ്ങൾ നിർത്തിക്കളയുന്ന ഒരു പദ്ധതിയാകരുത്. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ആവശ്യമുള്ള ഇവിടെ പെട്ടെന്ന് ഉപയോഗിക്കാം. കൃഷി അസിസ്റ്റന്റ് ഓഫീസർമാരായ അനീഷ് എം, ആശിഷ് KM, ഹെഡ്മാസ്റ്റർ PP ശിവകുമാർ, ഓമന PS, ലിൻസി ജോർജ് എന്നിവർ സംസാരിച്ചു. പരിപാടികൾക്ക് വിദ്യാർത്ഥികളായ ആദിത്യ സാബു, ഹിമ ദിവാകരൻ, ശ്യാം സുധാകരൻ. മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും PTA-യുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി നീന്തൽ പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചു. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT വിനോദ് നിർവഹിച്ചു. കാഞ്ചിയാർ സ്വരാജ് സയൻസ് സ്കൂളിലെ പ്രകൃതിദത്ത കുളത്തിലാണ് പരിശീലനം ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 6 മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയങ്ങളിലാണ് വിദഗ്ധരടങ്ങിയ ടീം പരിശീലനം നൽകുക. വേനലവധിയിൽ അനേകം കുട്ടികൾ മുങ്ങി മരണപ്പെടുന്നത് സാധാരണയാണ്. കഴിഞ്ഞ ദിവസം മുരിക്കാട്ടുകുടി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയും തോണിത്തടി അപകടത്തിൽ മരിച്ചിരുന്നു.
ഇനിയൊരു കുട്ടിയും വെള്ളത്തിൽ വീണ് മരിക്കരുതെന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിശീലനം നൽകുന്നത്. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു നിർവഹിച്ചു. ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ വ്യായാമമാണ് നീന്തലെന്നും അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ മുൻകൈയെടുത്ത് കുട്ടികളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനായി ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട, ഐപ്പങ്കോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തങ്കമണി സുരേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം രമ മനോഹരൻ, ജൽജീവൻ കോർഡിനേറ്റർ ജോളി വർഗീസ്, PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി, ലിൻസി ജോർജ്, നീന്തൽ കോച്ച് വിനോസൻ ജേക്കബ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. സ്കൂളിലെ കുട്ടികൾക്ക് ഇനി വിശപ്പറിയാതെ പഠനം നടത്താം. രാവിലെ ഭക്ഷണം കഴിക്കാതെ നിരവധി വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് അധ്യാപകർ പ്രഭാത ഭക്ഷണ പദ്ധതി ആവിഷ്കരിക്കുവാൻ തീരുമാനിച്ചത്. രാവിലെ സ്കൂളിലെത്തിയ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനി ഛർദ്ദിക്കുന്നത് കണ്ടാണ് സ്കൂളിലെ അധ്യാപിക ലിൻസി കുട്ടിയുടെ അടുത്തെത്തിയത്. കൂടുതൽ ശ്രദ്ധിച്ചപ്പോഴാണ് അവശ നിലയിലായ ആ കൊച്ചു പെൺകുട്ടി വെള്ളം മാത്രമാണ് ഛർദ്ദിക്കുന്നതെന്ന് വ്യക്തമായത്. രാവിലെ നീയൊന്നും കഴിച്ചില്ലേ മോളെ എന്ന ചോദ്യം പെൺകുട്ടിയും കുടുംബവും അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന്റെ വ്യാപ്തി തുറന്നു കാട്ടി. ഉടനെ ലിൻസി ടീച്ചറും മറ്റ് അധ്യാപകരും ഹെഡ്മാസ്റ്റർ ശിവകുമാർ സാറിന്റെ അനുമതിയോടെ കുട്ടികൾക്കിടയിൽ കൂടുതൽ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിന്റെ അവസാനം കൃത്യമായ പ്രഭാത ഭക്ഷണം കഴിക്കാനാകാതെ സ്കൂളിൽ പഠിക്കാനെത്തുന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണെന്ന് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവാണ് അധ്യാപകരെ പ്രഭാത ഭക്ഷണ പദ്ധതിയിലേക്ക് എത്തിച്ചത്. മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം ആരംഭിക്കുന്ന ഒരു പദ്ധതി സർക്കാരിൻ്റെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ഈ സുമനസ്സുകളുടെ സഹായത്തോടുകൂടി കുട്ടികൾക്ക് മെച്ചപ്പെട്ട ഭക്ഷണം കൊടുക്കാനുള്ള ഒരു പരിശ്രമം കൂടി നടത്തണം, സർക്കാരിൻ്റെ ഉച്ചഭക്ഷണ ഫണ്ടിന് പുറമെ. അപ്പോൾ അതിൻ്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഉച്ചക്കഞ്ഞിയുടെ ചുമതലയുള്ള വിജയ ടീച്ചർ, അതുപോലെ തന്നെ ലിൻസി ടീച്ചർ, അതുപോലെ ഇവിടുത്തെ PTA-യുടെയും ഉച്ചഭക്ഷണ ചുമതലയുള്ള അധ്യാപകരുടെയും കൂടെ സഹവർത്തിത്വത്തിൽ അവർ പുറത്തു പോയി സുമനസ്സുകളായിട്ടുള്ള ആളുകളുടെ സംഭാവനകളിലൂടെ പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി ഞങ്ങൾ സൂത്രണം ചെയ്യുകയാണ്. ആദിവാസികളടക്കം 400ഓളം വിദ്യാർത്ഥികൾ മുരിക്കാട്ടുകുടി സർക്കാർ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. കാലങ്ങളായി നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുന്ന അധ്യാപിക ലിൻസിയുടെ ഇടപെടലിലൂടെ തന്നെയാണ് ഈ പദ്ധതിയും യാഥാർത്ഥ്യമാകുന്നത്. 96 ബാച്ചിലെ സ്നേഹവലയം ബാച്ചിന്റെയും PTA-യുടെയും സഹകരണത്തോടെയും പിന്നെ സുമൻസികളുടെ സഹായത്തോടെയാണ് ഭക്ഷണത്തിനുള്ള ഫണ്ട് കണ്ടെത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ 9:30 ഫുഡ് കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പം, ഇഡലി, ഉപ്പുമാവ് ഇങ്ങനെ ഭക്ഷണ സാധനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇതിനുള്ള ഫണ്ട് സുമൻസുകളുടെ സഹായത്തോടെ കണ്ടെത്തണം. രാവിലെ 9:30 ഭക്ഷണം കൊടുത്ത് 9:45 ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ പരിപാടി തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ ആവശ്യം കണക്കിലെടുത്ത് ഭക്ഷണം ഒരുക്കുന്നതിനുള്ള പ്രവർത്തനം തുടങ്ങിയെങ്കിലും ഇതിനുള്ള ഫണ്ട് കണ്ടെത്തൽ എളുപ്പമായിരുന്നില്ല. കാര്യ ഗൗരവം വ്യക്തമായതോടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സ്നേഹവലയം എല്ലാ പിന്തുണയുമായി മുൻപിലെത്തി. പിന്നാലെ മറ്റു പലരും സാമ്പത്തികമായും സാധനങ്ങൾ വാങ്ങി നൽകിയും സഹായിച്ചു. ഇതോടെ പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി. അപ്പം, ഇഡലി, ദോശ, ഉപ്പുമാവ് തുടങ്ങിയവയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ 9:30-നും 10-നുമുള്ളിൽ ഭക്ഷണം നൽകി പഠനം ആരംഭിക്കും. ഒരു ദിവസം 2000 രൂപയാണ് ചിലവ് വരികയെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ.